നൊസ്റ്റാൾജിക് ഐറ്റമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് തമ്മിൽ കണ്ടപ്പോഴൊക്കെ മനസ്സിലായി കാണും നമ്മുടെ അപ്പവും മുട്ടക്കറിയാണ്. അപ്പം ഇത് സാധാരണ നമ്മൾ സോഡാപ്പൊടിയും ഈസ്റ്റും ഒക്കെ ചേർത്തിട്ടാണ് അപ്പം ഉണ്ടാക്കുന്നത്. അതൊന്നും ഇല്ലാതെ നല്ല പോലെ സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. കൂടെ കുക്കറിലാണ് ഒരു മുട്ടക്കറി തയ്യാറാക്കിയിട്ടുള്ളത്. നമുക്ക് ഉള്ളി വഴറ്റി ഒന്നും സമയം കളയണ്ട, അല്ലാതെ തന്നെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മുട്ടക്കറിയാണ് കേട്ടോ. അപ്പം ഞാൻ നിങ്ങൾക്ക് ഫസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് കാണിച്ചു തരാം. നല്ല ടേസ്റ്റാണ് ഇത് രണ്ടും കൂടി കഴിക്കാനായിട്ട്. അധികം എരിയൊന്നും ഉണ്ടാവത്തില്ല മുട്ടക്കറിക്ക്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പം നമ്മൾ അപ്പം ഉണ്ടാക്കുന്നതിനായിട്ട് ഞാൻ 2 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. അത് ഞാനൊരു 6 മണിക്കൂർ കുതിർത്തെടുത്ത പച്ചരിയാണ്. പിന്നെ ഞാനൊരു 1/2 കപ്പ് ചോറെടുത്തിട്ടുണ്ട്. ഒരു 3/4 കപ്പോളം തേങ്ങ എടുത്തിട്ട് ഞാൻ മിക്സിയിൽ ഒന്ന് അടിച്ചെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടത് 1 കപ്പോളം ഉണ്ട് തേങ്ങ. പിന്നെ നമുക്ക് ഈസ്റ്റോ അതുപോലെ തന്നെ സോഡാപ്പൊടി ഒന്നും ചേർക്കാതെ നമ്മൾ നല്ല ഫ്ലഫി ആയിട്ട് അപ്പം പൊങ്ങി വരുന്നതിന് നമ്മൾ ചേർക്കുന്നതാണ് നമ്മളെന്തുവാണ് തേങ്ങ വെള്ളമാണ്. ഇതിപ്പോൾ നമ്മൾ 2 ദിവസം മുന്നേ നമ്മൾ തേങ്ങ പൊട്ടിക്കുമ്പോഴത്തേക്ക് ആ വെള്ളം എടുത്തിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ മതി. എന്നിട്ട് 2 ദിവസം, ഇന്നാണ് നമ്മളിപ്പം അപ്പം ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ രാവിലെ ആകുമ്പം ഇതിനകത്ത് ഒരു സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ തന്നെ വെച്ചിരുന്നാൽ മതി. അത് അലിഞ്ഞ് വന്നോളും. അപ്പോൾ അതുകൊണ്ട് പഞ്ചസാരയുടെ ചേർത്തുകൊണ്ടാണ് ഒരു കളർ വ്യത്യാസമുള്ളത്. അപ്പം ഇത് ചേർത്തിട്ടാണ് നമ്മൾ അരയ്ക്കുന്നത്. വേറെ വെള്ളം ഒന്നും ഇതിനകത്ത് ചേർക്കത്തില്ല. അപ്പം നല്ലൊരു ടേസ്റ്റാണ് അപ്പം കഴിക്കുമ്പോൾ. അപ്പം നമുക്ക് ഫസ്റ്റ് അരി ഒന്ന് അരച്ചെടുക്കാം. ജാറിലേക്ക് നമുക്ക് ഫുൾ ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ വളരെ കുറച്ചല്ലേ ഉള്ളൂ. അപ്പം നമുക്കെല്ലാം കൂടി ഒരുമിച്ച് തന്നെ അരച്ചെടുക്കാം. കറക്റ്റായിട്ട് വെള്ളമുണ്ട്. വേണമെങ്കിൽ നമുക്ക് എക്സ്ട്രാ വെള്ളം വേണമെങ്കിൽ ഒഴിച്ചു കൊടുത്താൽ മതി. ഇത് ജസ്റ്റ് ഒന്ന് അരഞ്ഞ് വരുമ്പോൾ ഇതിൽ കറക്റ്റ് വെള്ളമാവും. അപ്പം ഞാനൊന്ന് അരച്ച് കൊണ്ടുവരാം. ഞാനിപ്പം നല്ല പോലെ ഇത് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പം നമുക്കൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് അടച്ചു വയ്ക്കാം. ഇനി നമുക്കിതിൽ ഈസ്റ്റ് ഒന്നും സാധാരണ നമ്മൾ അപ്പത്തിന് പൊങ്ങി വരാനായിട്ട് ഈസ്റ്റ് ചേർക്കും. പക്ഷേ ഇതിൽ നമ്മൾ ഈസ്റ്റ് ഒന്നും ചേർക്കുന്നില്ല. അടച്ചങ്ങ് വെച്ചാൽ മതി. 8 മണിക്കൂർ കഴിയുമ്പം നമുക്ക് അപ്പം റെഡിയായി കിട്ടും. അപ്പം നമുക്കത് അപ്പത്തിൻ്റെ മാവ് നോക്കാം, പൊങ്ങി വന്നിട്ടുണ്ടോ എന്ന് നോക്കാം. നല്ല പോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇടയ്ക്ക് ഇവിടുത്തെ മോനാണെങ്കിൽ സ്പൂണിട്ട് ഇളക്കിയാണ് പൊങ്ങി വന്ന മാവിന് താത്ത് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പം നമുക്ക് ഇതിന് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഇത്ര മാവേ ഉള്ളതുകൊണ്ട് ഞാൻ ഒരുമിച്ച് ഉപ്പ് ചേർക്കുകയാണ്. അപ്പോൾ നിങ്ങൾ കുറച്ച് കൂടുതലാണ് അരച്ച് വെക്കുന്നതെങ്കിൽ അതിനനുസരിച്ച് ആവശ്യത്തിന് മാത്രം എടുത്ത് ഉപ്പ് ചേർത്താൽ മതി. ഇതിപ്പോൾ ഒരു ദിവസത്തേക്ക് ഇവിടെ ഉണ്ടാവത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ ഇത്രയും മാവിലങ്ങ് ഡയറക്റ്റായിട്ട് ഉപ്പ് ചേർക്കുകയാണ്. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് അപ്പം ചുട്ടെടുക്കാം. ഞാനിപ്പോൾ ഒരു ഇരുമ്പ് ചട്ടിയാണ് ഇവിടെ വെച്ചിട്ടുള്ളത് കേട്ടോ, അപ്പം ചുട്ടെടുക്കാനായിട്ട്. അപ്പം നമുക്ക് തീ ഒന്ന് കുറച്ചിട്ട് എണ്ണ തേച്ചിട്ടുണ്ട്. മാവ് ഒഴിച്ച് കൊടുക്കാം. തുണി എടുത്തിട്ട് നല്ല പോലെ ചുറ്റിച്ചെടുക്കുന്നു. ഇനി ഒരു മീഡിയം തീയിൽ വെച്ചിട്ട് അപ്പം ചുട്ടെടുക്കാം. അപ്പം വെന്തിട്ടിട്ട് നമുക്ക് ഇളക്കിയെടുക്കാം. എങ്ങനെയുണ്ടെന്ന് നോക്കണ്ടേ. നല്ല സോഫ്റ്റായിട്ടുള്ള നമ്മളെ പൂ പോലെ അപ്പം റെഡി ആയിട്ടുണ്ട്. നമ്മളിതിനകത്ത് സോഡാപ്പൊടിയോ ഈസ്റ്റോ ഒന്നും ചേർത്തിട്ടില്ല. തേങ്ങാവെള്ളവും പഞ്ചസാരയും മാത്രമാണ് ചേർത്തേണ്ട. ഇത്ര സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ടോ നോക്കി. അപ്പോൾ ഇതുപോലെ നമുക്ക് എല്ലാ അപ്പവും ചുട്ടെടുക്കാം. നമ്മൾ കുക്കറിലാണ് ഇന്ന് മുട്ടക്കറി ചെയ്യുന്നത് അപ്പത്തിന് വേണ്ടിയിട്ടുള്ള. അപ്പം നമ്മൾ അതിലേക്ക് ഞാനൊരു 2 സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. 2 സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചിട്ടുള്ളത്. ഇനി 1 പീസ് പട്ടയും 2 ഏലക്കയും അതുപോലെ തന്നെ ഒരു ചെറിയ പീസ് ഗ്രാമ്പും ഇതും കൂടെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയി വരുന്ന ആ ഒരു ടൈമിൽ നമുക്ക് കുറച്ച് ഇഞ്ചി, ഒരു പീസ് ഇഞ്ചി,
ഒരു 8 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, നല്ലപോലെ ചതച്ചെടുത്തതാണ് അത്. പിന്നെ ഇതിന് പച്ചമുളകാണ് എരിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഇതിന് 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അപ്പം എരിക്കനുസരിച്ച് പച്ചമുളക് എടുക്കാം. നല്ല എരിവുള്ള പച്ചമുളക് ആണെങ്കിൽ ഒരു 3 എണ്ണമൊക്കെ എടുത്താൽ മതി. അപ്പം ഞാൻ അത് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇത് അധികം വാടി വരേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇതിലേക്ക് തന്നെ നമുക്ക് എടുത്ത് വെച്ചിട്ടുള്ള സവാള ഇട്ട് കൊടുക്കാം. സവാള ഞാൻ നീളത്തിന് കീറിയതാണ്. ഒരു മീഡിയം വലിപ്പമുള്ള 3 സവാള ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് 1 സ്പൂൺ 1-2 സ്പൂൺ വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മളെ കുക്കർ അടച്ച് വെക്കുമ്പോൾ ഇത് കരിഞ്ഞു പോകാതിരിക്കാനാണ്. ഞാനിപ്പോൾ ഒരു 2 സ്പൂൺ വെള്ളം ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇത് വേറെ ഒന്നിനുമല്ല, ഒരുപാട് വെള്ളം ഒഴിക്കരുത്. 1 അല്ലെങ്കിൽ 2 സ്പൂൺ വെള്ളം ഒഴിക്കാവുള്ളൂ. ഇനി നമുക്ക് ഒരു പൊട്ടറ്റോ ഇത് വേവിക്കാത്ത പൊട്ടറ്റോയാണ്. അത് കട്ട് ചെയ്ത് ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് വെച്ച് കൊടുക്കാം. അതെന്തിനാണെന്ന് ഞാൻ പിന്നെ പറഞ്ഞുതരാം കേട്ടോ. ഇപ്പോൾ എന്തിനാണ് എൻ്റെ മുകളിൽ പൊട്ടറ്റോ വെക്കുന്നത്. ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിൽ 1 വിസിലും ലോ ഫ്ലെയിമിൽ 2 വിസിലും കേൾക്കണം. അപ്പം ഇത് ചെറിയ ബർണർ വെച്ചിട്ടാണ് ഇനി വേവിക്കാനുള്ളത്. ഇനി കുക്കർ അടയ്ക്കാം. അടച്ചിട്ട് വെയിറ്റ് ചെയ്യാം വെന്ത് വരുന്നത് വരെ. നമ്മുടെ സവാളയും ഉള്ളിയും ഉരുളക്കിഴങ്ങെല്ലാം നല്ലപോലെ വെന്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇതിൽ നിന്ന് നമ്മളെ പൊട്ടറ്റോ മാത്രം ഇങ്ങ് എടുത്ത് മാറ്റാം. പൊട്ടറ്റോ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് സ്മാഷ് ചെയ്തെടുക്കണം. എന്നിട്ട് നമുക്ക് ഈ ഉള്ളിയൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി അധികം ഒന്ന് നല്ലപോലെ വാടി വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ 1 തക്കാളിയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അധികം തക്കാളി വേവേണ്ട കാര്യമല്ല. നമുക്ക് ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുക്കാം. ഇപ്പം ഇതിലേക്ക് നമുക്കിനി നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള നമ്മുടെ പൊട്ടറ്റോ ഉണ്ടല്ലോ, അത് നല്ലപോലെ ഒന്ന് സ്മാഷ് ചെയ്തെടുത്തതാണ്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ചെറിയ സിമ്മിൽ വെച്ചിട്ട് നല്ലപോലെ ഇത് മിക്സ് ചെയ്തെടുക്കണം പൊട്ടറ്റോ. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത്. മുളക് പൊടി നമ്മളിതിൽ ചേർക്കത്തില്ല. പിന്നെ എരിക്ക് വേണ്ടിയിട്ട് നമ്മൾ ചേർക്കുന്നത് കുരുമുളകാണ്. ഞാനിപ്പോൾ ചതച്ച കുരുമുളകാണ് ചേർത്തിട്ടുള്ളത്. അത് നിങ്ങൾ എരിക്കനുസരിച്ച് ചേർത്ത് കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്യാം. നമുക്ക് ലാസ്റ്റ് 1 ടേബിൾ സ്പൂണോളം ഗരം മസാലയാണ് ചേർക്കുന്നത്. അത് ലാസ്റ്റ് ചേർത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1 തേങ്ങയുടെ 1/2 മുറി തേങ്ങയുടെ പാലാണ് ഇതിലേക്ക് എടുക്കുന്നത്. അപ്പം തേങ്ങാപ്പാലിലേക്ക് അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാൻ ഉപ്പ് നോക്കട്ടെ. ഉപ്പ് കുറച്ചുകൂടെ വേണം. അപ്പം ഞാൻ കുറച്ചുകൂടെ ഉപ്പിട്ടിട്ടുണ്ട്. ഉപ്പിട്ട് ഇളക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. തേങ്ങാപ്പാൽ ചേർത്തിട്ട് അധികം നമ്മൾ തിളപ്പിക്കണ്ട. ഇനി നമുക്ക് ശകലം മല്ലിയിലയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയിലയാണ്. മല്ലിയില കുറച്ച് എൻ്റെ കയ്യിലുള്ളൂ. നമുക്ക് എത്രത്തോളം മല്ലിയില ഉണ്ടോ നിങ്ങൾക്ക് അത് ടേസ്റ്റ് അനുസരിച്ച് ഇട്ട് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇപ്പം ഇതിലേക്ക് നമുക്ക് നമ്മളെടുത്ത് വെച്ചിട്ടുള്ള മുട്ട ചേർത്ത് കൊടുക്കാം. ഞാൻ പുഴുങ്ങി വെച്ചിട്ടുള്ള മുട്ടയാണ്. ചെറുതായിട്ടൊന്ന് വരഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. മുട്ട ഈ കറിയിൽ നല്ലപോലെ ജസ്റ്റ് ഒന്ന് മുങ്ങിക്കിടക്കണം. അപ്പോൾ കറി ജസ്റ്റ് ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. അപ്പം നമുക്കിത് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് ശകലം കടുക് താളിച്ച് നമുക്ക് ഒഴിക്കണം. ഇതിലേക്ക് നമ്മൾ താളിച്ചൊഴിക്കുമ്പം കടുക് ഇടത്തില്ല. വെളിച്ചെണ്ണയാണ്. നല്ലോണം ചൂടായി വന്നിട്ടുണ്ട്. കുറച്ച് 2 വറ്റൽമുളക് നമുക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ കുറച്ച് കറിവേപ്പിലയും മതി. ജസ്റ്റ് ആ ഒരു എന്താണ് ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാം.
നമ്മുടെ അപ്പവും മുട്ടക്കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ എന്നെ അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്.